മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയനുണ്ടായിരുന്ന Z+ സെക്യൂരിറ്റി സർക്കാർ ഇതാ പിൻവലിച്ചിരിക്കുന്നു. ഇനി മുതൽ വെറും Y കാറ്റഗറി. ഒരു ഗൺമാൻ എപ്പോഴും കൂടെ കാണും, ഉറപ്പാണ്. ആകാശത്തിലൂടെ എയർ കേരളം വഴി പറന്ന് കേരളത്തിലിറങ്ങി കേരയിൽ കയറി കൊച്ചി മെട്രോയിലേറി ദേശീയപാതയിൽ വന്നിറങ്ങിയപ്പോൾ പാവം പിണറായി വിജയൻ ഇങ്ങനൊരവസ്ഥയിലെത്തുമെന്ന് ഒരിക്കലും കരുതിപ്പോലും കാണില്ല. ഇരിപ്പ് സഹിക്കാം, പക്ഷേ താടിക്ക് കൈവച്ച് നിൽക്കുന്ന പിന്നിൽ നിൽക്കുന്ന ആ 2 പോലീസുകാരുണ്ടല്ലോ, അവരുടെ മനസ്സിൽ ആ ചിരിയും ഭാവങ്ങളും അതൊട്ടും സഹിക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗുകാർ മതം നോക്കിയും പുള്ളി നോക്കിയും വോട്ട് ചെയ്തതോടെയാണ് LDF തോറ്റത്. അതെ, സ്വന്തം വാർഡ് മുതൽ പഞ്ചായത്തും മണ്ഡലവും ജില്ലയും ഉൾപ്പെടെ UDFിൻ്റെ കയ്യിലേക്ക് കൊണ്ടുകൊടുത്ത CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ്, പുതിയ ക്യാപ്സ്യൂളാണ്. ഇത് ഏറ്റുപാടാൻ പിണറായിക്കെതിരെ പടവാളേന്ത്യ ജില്ലാ കമ്മിറ്റികൾ അങ്ങനെ വരിവരിയായി എത്തിയിട്ടുണ്ട്. അങ്ങനെ ശ്രീ പിണറായി വിജയനും ശ്രീ MV ഗോവിന്ദനും ഇതേ കമ്മിറ്റികളുടെ വിമർശനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട അവസ്ഥയിലായി. പാവം മുസ്ലിം ലീഗ് പെട്ടുപോയി. തങ്ങളുടെ UDFിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചതിനാണ് LDFിൻ്റെ ഈ പരാജയ കാരണം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തെ ഇരുത്തി ചിന്തിപ്പിക്കുമെന്ന ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇവർ നന്നാവുമെന്ന ലക്ഷ്യമൊന്നും വേണ്ട. ശരിയാണ്, തോറ്റിട്ടും തോറ്റെന്ന് വിശ്വസിക്കാൻ, എന്ത് കാരണം കൊണ്ടാണ് തോറ്റെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ LDFകാരെ പ്രതി CPMകാരെ ഒട്ടും സാധിക്കില്ല. CPM ഒഴിച്ചുള്ള ഘടകകക്ഷി നേതാക്കളൊക്കെ കായകൽപ്പ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ്. ശരീരത്തിൽ ആരോഗ്യമൊക്കെ തിരിച്ചു വന്നാൽ ഒരു തവണ കൂടി ഇറങ്ങും. കാരണം പിണറായി സഖാവ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തകർന്നിട്ടില്ല, തിരിച്ചു വരും, വീണ്ടും പഴയതുപോലെ കൊടുങ്കാറ്റ് പോലെ വരുമെന്നൊക്കെ. ഇനി ആ വള്ളിയും പുള്ളിയും ലീഗിൻ്റെ അത് ഏതൊക്കെയാണ് KK രാഗേഷിൻ്റെ ആ ക്യാപ്സ്യൂളിലെ നേതാക്കളെന്ന് നോക്കാം. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ സാഹിബിനെ വെള്ളൂർ ജമാഅത്ത് പള്ളി നോക്കിയാണ് അതേ ലീഗുകാർ ജയിപ്പിച്ചത്. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മുസ്ലിയാരെ മതം നോക്കിയത്രേ ലീഗുകാർ ജയിപ്പിച്ചത്. ഇരിക്കൂറിൽ ജനാബ് സജീവ് ജോസഫിനെ നിലാമുറ്റം പള്ളി നോക്കിയാണ് ഇത്രേ ലീഗുകാർ ജയിപ്പിച്ചത്. പേരാവൂരിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സാഹിബിനെ മതം നോക്കി തന്നെയാണ് ലീഗുകാർ ജയിപ്പിച്ചത്. കണ്ണൂരിൽ ജനാബ് T മോഹനൻ തങ്ങളെ സിറ്റിയിലെ ജുമാഅത്ത് പള്ളി നോക്കി അവിടെയും ലീഗുകാർ ജയിപ്പിച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് അഴീക്കോട് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയെ ജയിപ്പിക്കാതെ മറ്റൊരു മുസ്ലിമായ KV സുമേഷിനെ മതം നോക്കി തന്നെ ലീഗുകാർ UDFകാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. അത് പുള്ളി നോക്കിയാണ്. ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തൃക്കരിപ്പൂരിൽ മാപ്പിളയായ സന്ദീപ് വാര്യർ സാഹിബിനെ ഒന്ന് കണ്ടു നോക്കണം. ലീഗുകാർ എങ്ങനെ മതം നോക്കി വോട്ട് ചെയ്തു എന്നതിന് ഉത്തമ ദൃഷ്ടാന്ത ഉദാഹരണമാണ് സന്ദീപ് വാര്യരുടെ ആ വിജയം. എതിർ സ്ഥാനത്ത് VPP മുസ്തഫ മുസ്ലിം അല്ലാത്തത് കൊണ്ട് പാവം ലീഗുകാർ വോട്ട് ചെയ്തില്ല എന്നാണ് KK രാഗേഷിൻ്റെ പുതിയ കണ്ടുപിടുത്തം. അങ്ങനെ LDF തോറ്റതിൻ്റെ പുതിയ കാരണം ഇതാ KK രാഗേഷ് തന്നെ കണ്ണൂരിലെ തട്ടകത്തിൽ അങ്ങനെ സധൈര്യം സഘോഷം പ്രസ്താവിക്കുകയാണ്. ലീഗുകാർ വോട്ട് ചെയ്തു, UDFകാർ ജയിച്ചു. ലീഗുകാർ ലീഗ് മതമാണോ മുസ്ലിം മതമാണോ മുസ്ലിം സ്ഥാനാർത്ഥിയാണോ എന്ന് നോക്കി വോട്ട് ചെയ്തു, അതുകൊണ്ട് UDF ജയിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 102 എന്ന സമവാക്യം UDFിൻ്റെ 102 അത് സാധ്യമാകുമോ ഇല്ലയോ എന്നതിന് രാഗേഷ് ഒന്ന് ഉത്തരം പറയണം. അതാണ് പറഞ്ഞത്, തോറ്റെന്നൊരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾ തോറ്റു, ഇതുകൊണ്ടാണ് തോറ്റെന്ന് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കുകയില്ല. ഞങ്ങൾ തോറ്റിട്ടില്ല, തോറ്റചരിത്രം കേട്ടിട്ടില്ല. ഇതാണ് ഇപ്പോഴും CPMകാർക്ക് മനസ്സിലുള്ള ഒരേ ഒരു മുദ്രാവാക്യം. അത് നല്ലതാണ്, സമരവീര്യം നല്ലതാണ്. പക്ഷേ വീര്യത്തിന് നൂര ഇത്തിരി കുറഞ്ഞു പോയോ എന്നൊരു സംശയം.